ക്ഷേത്ര വിശ്വാസികളൊക്കെ അത് മനസ്സിലാക്കുക. ക്ഷേത്ര ദർശനത്തിന് അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുകൂടെ മനസ്സിലാക്കുക. തീർച്ചയായും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില അബദ്ധ ധാരണകളിലൊന്നാണ് എന്നേ പറയാനുള്ളൂ. അങ്ങനെ യാതൊരു ക്രമവും യാതൊരു നിർബന്ധവും യാതൊരു ചിട്ടയും എവിടെയും ആരും പറഞ്ഞു വെച്ചിട്ടില്ല. ഹരി ഓം, നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. പലരും ക്ഷേത്ര ദർശനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചില തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ശിവക്ഷേത്ര ദർശനം ചെയ്ത ശേഷം വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോരുതോ, അല്ലെങ്കിൽ ഭഗവതിയുടെ ക്ഷേത്രം തൊഴുതിട്ട് മറ്റു ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്നാരോ പറഞ്ഞുവല്ലോ, അത് ശരിയാണോ? തീർച്ചയായും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില അബദ്ധ ധാരണകളിൽ ഒന്നാണ് എന്നേ പറയാനുള്ളൂ. അങ്ങനെ യാതൊരു ക്രമവും യാതൊരു നിർബന്ധവും യാതൊരു ചിട്ടയും എവിടെയും ആരും പറഞ്ഞു വെച്ചിട്ടില്ല. ദേവീക്ഷേത്ര ദർശനത്തിന് ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനത്തിലേക്ക് ചെന്നാൽ ദേവീക്ഷേത്രം ദർശിച്ചതിൻ്റെ ഊർജം നഷ്ടാവുമെന്നും ഭഗവതി ക്ഷേത്രങ്ങളിൽ രജോഗുണാത്മകമായ ഊർജ്ജമാണെന്നും വിഷ്ണു ക്ഷേത്രങ്ങളിൽ സത്വഗുണാത്മകമായ ഊർജ്ജമാണെന്നും ഇത് തമ്മിൽ ചേരില്ല എന്നുമൊക്കെ ചില അബദ്ധധാരണകൾ, ചില തെറ്റിദ്ധാരണകൾ, ഇതിൽ അടിയുറച്ച ബോധ്യമില്ലാതെ നമ്മൾ പറയലുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മളൊരു വിമർശനാത്മകമായിട്ട് പറയല്ല, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ശൈവ വൈഷ്ണവ ഭേദങ്ങളിലുള്ള ക്ഷേത്രാരാധനാ സമ്പ്രദായങ്ങളൊന്നും തന്നെ നമ്മുടെ കേരളീയ ക്ഷേത്രഘടനകളില്ല എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ചില ദേശാചാരങ്ങളിൽ അങ്ങനെ ഉണ്ടായേക്കാം, അതിനെക്കുറിച്ച് നാം അഭിപ്രായം പറയണില്ല. ഇപ്പോൾ സാധാരണ നേരത്തെ മറ്റൊരു വീഡിയോയിൽ നാം പറഞ്ഞതുപോലെ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ദർശിക്കുന്ന ഭക്തന്മാർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകാറില്ല എന്നൊരു ദേശാചാരം പണ്ടേ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ആ ദേശത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന അവിടുത്തെ ചില പ്രത്യേക ആചാരങ്ങളാണ്. അതേപോലെ ഓരോ ദേശങ്ങളിലും അത് വിഭിന്നമാണ്, വ്യത്യസ്തമാണ്, അതുണ്ടാവാം. അതിനെക്കുറിച്ചല്ല നാം പറഞ്ഞത്. ഒരു ശൈവാലയത്തിൽ ഒരു ശിവക്ഷേത്ര ദർശനം ചെയ്തിട്ട് വിഷ്ണു ക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്ര ദർശനം ചെയ്തിട്ട് വിഷ്ണു ക്ഷേത്രത്തിലോ ദർശിക്കരുത് എന്ന് പറയണതിൽ യാതൊരു കാമ്പും കഴമ്പും ഇല്ല എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലാവുന്നത് സാധാരണ നമ്മുടെ ക്ഷേത്ര ദർശന ക്രമങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഒരു മഹത്വം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗുരുവായൂർ ക്ഷേത്ര ദർശനം ചെയ്താൽ നമ്മൾ അവിടെ നിർബന്ധമായിട്ടും പറഞ്ഞു വരാറുണ്ട് നമ്മൾ മമ്മിയൂരി ക്ഷേത്ര ദർശനം ചെയ്യണമെന്ന്. കാരണം ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ച ഗുരുവായൂരിൻ്റെ ഒരു പഴയകാല ചരിത്രത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. കൃതയുഗത്തിൽ ഭഗവാനാൽ നൽകപ്പെട്ട, മഹാവിഷ്ണുവാൽ നൽകപ്പെട്ട ഒരു വിഗ്രഹമാണ് യഥാർത്ഥത്തിൽ വസുദേവർക്ക്. വസുദേവരായിരുന്നില്ല, അന്ന് അദ്ദേഹത്തിൻ്റെ പേര് സുതവസ് എന്നായിരുന്നു. പൃഷ്ണി എന്നായിരുന്നു പത്നിയുടെ പേര്. സുതവസനും പൃഷ്ണിക്കും കൊടുത്ത വിഗ്രഹമാണ് കാലാന്തരത്തിൽ പിന്നീട് അവരുടെ അടുത്ത ജന്മായ കശ്യപനും അതിഥി മാതാവിനും കിട്ടിയതെന്നും അവരുടെ പുനർജന്മമായിട്ടുള്ള വസുദേവ ദേവകിമാര് ദ്വാരകയിൽ വെച്ച് ആ വിഗ്രഹം പൂജിക്കുകയും ഭഗവാനാൽ അത് പൂജിതമാവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ദക്ഷിണ ഭാരതത്തിലേക്ക് കടൽമാർഗം ദ്വാരക കടലെടുത്തിയപ്പോൾ ആ വിഗ്രഹം ഒഴുകി വന്നോന്നും പിന്നീട് ശൈവാലയമായിരുന്ന രുദ്രതീർത്ഥക്കരയിങ്കൽ, ഭാഗവത്തിലൊക്കെ പ്രചേതസ്സുകളുടെ കഥ വായിക്കണവർക്കറിയാം, ആ പ്രചേതസ്സുകളാൽ തപം ചെയ്ത രുദ്രതീർത്ഥ ഭൂമിയിങ്കൽ ശിവാലയമായിരുന്ന ശൈവചൈതന്യം നിലനിന്ന ആ പ്രദേശം ഭഗവാൻ ഇരിക്കാൻ ഇടം കൊടുത്തു. അത് ഗുരുവായൂരായി മാറിയിരുന്നു. തൊട്ടടുത്ത് മമ്മിയൂരപ്പനായി ഭഗവാൻ മാറിയിരുന്നു എന്നുള്ള കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയും ഭഗവതിയുടെ ആലയമായിരുന്നു എന്നും പൂർവ്വകാലത്തെങ്കിൽ അത് ആ ഭഗവതി ഇടത്തരികത്ത് കാവിലേക്ക് മാറിയിരുന്നു എന്നും ചിന്തിക്കുമ്പോഴേ നമുക്ക് ഈ ഒരു സങ്കല്പം വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം വൈഷ്ണവ ഭൂമി ആയി ഇന്ന് നാം അറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രം ശൈവമായ ശിവക്ഷേത്ര സന്നിധിയും ഭഗവതിയുടെ ഉഗ്രമായ ഭാവത്തിങ്കൽ ഭഗവാന്റെ സഹോദരിയായിട്ട് ഇടത്തരികത്ത് കാവിലമ്മയും ഒക്കെ നിറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായും ഗുരുവായൂർ ദർശന സമയത്ത് മമ്മിയൂർ ക്ഷേത്ര ദർശനം ചെയ്യണമെന്ന് പറയും. അതിന് തൊട്ടടുത്തുള്ള തിരുവെങ്കിടം ക്ഷേത്രം, തൊട്ടപ്പുറത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രമൊക്കെ പിന്നീട് ഭഗവതിയുടെയും അല്ലെങ്കിൽ ശൈവ ആലയങ്ങളും ആയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു മിഥ്യാധാരണ ഹൈന്ദവർക്കിടയിൽ വേണ്ട, ക്ഷേത്ര ദർശനം ചെയ്യുന്ന വിശ്വാസികൾക്കിടയിൽ അങ്ങനെ യാതൊരു ഭാവവും വേണ്ട. ഒന്നിലധികം ക്ഷേത്രങ്ങൾ ദർശിക്കുന്ന ഒരു സങ്കല്പമാണ്. 4 അമ്പല ദർശനമൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് അനവധി ക്ഷേത്രങ്ങളിൽ ചെന്ന് ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടനുബന്ധമായ ക്ഷേത്രങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ തൊട്ടടുത്ത് കുലശേഖരപുരത്തൊരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെയും ദർശിക്കണം എന്നൊരു പ്രമാണമുണ്ട്. അവിടെ അടുത്ത് തന്നെ നമുക്ക് ശൈവാലയമായി ശിവഭൂമിയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശൈവ വൈഷ്ണവ ശാക്തേയ മിശ്രമായ ഒരു ക്ഷേത്ര സങ്കല്പങ്ങളാണ്, ക്ഷേത്ര ഘടനകളാണ് നമ്മുടെ കേരള ഗ്രാമത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രമാണവുമില്ല. അത് ദേശക്ഷേത്രങ്ങളായാലും നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലായാലും കുടുംബക്ഷേത്രത്തിൽ ചെന്നാൽ ദേശക്ഷേത്രത്തിൽ ചെല്ലരുതോ എന്നുള്ളതൊന്നുമില്ല. പിന്നീട് നമ്മുടെ ഓരോ ദേശങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ പറഞ്ഞ നാട്ടാചാരങ്ങൾ ഉണ്ടാവാം, അത് അതുപോലെ പാലിക്കുക എന്നേ പറയാനുള്ളൂ. അങ്ങനൊരു പ്രമാണം നമ്മുടെ ഇടയിലില്ല. എന്തായാലും തീർച്ചയായും ക്ഷേത്ര വിശ്വാസികളൊക്കെ അത് മനസ്സിലാക്കുക. ക്ഷേത്ര ദർശനത്തിന് അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുകൂടെ മനസ്സിലാക്കുക. എന്തായാലും ഒരു ദേവന്റെ നിർമാല്യവുമായി മറ്റിടത്തേക്ക് പോരുത് എന്ന് മാത്രം
ഉണ്ട്. നിർമ്മാല്യ ശുദ്ധിയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആയത് വിഷയമെല്ലാം മനസ്സിലാക്കാനും ക്ഷേത്ര ദർശനങ്ങൾ മനസ്സിന്റെ സായുജ്യത്തിനും ആനന്ദത്തിനും കാരണഹേതുവാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു അധ്യായവുമായി മറ്റൊരു വിഷയത്തിൽ കാണാം. നമസ്കാരം.